സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈ ഞായറാഴ്ച ഇന്ന് ആഗോള സഭയിൽ ഇത് ഓർഡിനറി ടൈം, സെക്കൻഡ് വീക്ക്, രണ്ടാമത്തെ ആഴ്ചയാണ് ഓർഡിനറി ടൈമിൽ. സുമലബാർ സഭയിൽ ഇത് തേർഡ് വീക്ക് ഓഫ് എപ്പിപ്പനി. കർത്താവ് ഈ 2 ദിവസത്തെ 2 മേഖലകളിലും നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകത്തിന് യേശുവിനെ വെളിപ്പെടുത്തപ്പെട്ട ആ സാധ്യതയാണ്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ലോകത്തിൽ വന്ന യേശുവിനെ സുമലബാർ സഭയിലെ ഇന്ന് സുവിശേഷത്തിൽ യോഹന്നാൻ 1:29 ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഈശോ എന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നു, പ്രഖ്യാപിക്കുന്നു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവകുഞ്ഞാടാണ് ഈശോ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്, മാനിഫെസ്റ്റേഷൻ. അതുപോലെ തന്നെ ആഗോള സഭയിൽ നിന്ന് യോഹന്നാൻ 2-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതമായ കാനായിലെ കല്യാണ വിരുന്ന്. അവിടെയും നമ്മൾക്കറിയാം യേശുവിനോട് വായനയുടെ ഒടുവിൽ 11 യോഹന്നാൻ 2:11 ഇങ്ങനെയാണ് പറയാം, യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. രക്ഷകനായ അപ്പോഴാണ് ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചത്. അതുവരെയും അപ്പോസ്തലന്മാരെ കർത്താവ് ഓരോരുത്തരായിട്ട് വിളിച്ചു. ഇന്നലെ ചിന്തിച്ച ചുങ്കക്കാരനായ മത്തായിയെ വിളിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. പാപിയും ചുങ്കക്കാരനുമായ മത്തായി യേശു എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ ഓർപ്പിച്ചത്, ആരെയും യേശു വിളിക്കുകയാണ്. യേശുവിൻ്റെ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ്. ആർക്കെല്ലാം അവൻ എല്ലാവരും വിളിക്കുകയാണ്. പാപികളെ വിളിക്കുന്നു, എല്ലാ തരത്തിലുള്ള എല്ലാ ലെവലിലുള്ള ആൾക്കാരെയും വിളിക്കുകയാണ്, എല്ലാ ജാതി ജനതകളോടും വിളിക്കുകയാണ്. അവിടെയും അവനെ യോഹന്നാൻ പറഞ്ഞാണ്, അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. അവനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് അവൻ ശരീരത്തിലുള്ള ആത്മാവിലാണ്. ഇന്ന് അവൻ ആത്മാവിൽ ജീവിക്കുന്ന, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവാണ്. പൗലോസ്ലീഹ കൊരിന്ത്യർ എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിലെ 15-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ 15:46 ഇങ്ങനെ പറയുന്നുണ്ട്, രണ്ടാം ആദമായ ആദത്തിന് വന്ന കുറവുകളെ നീക്കാനായി വന്ന 2-ാം ആദമായ യേശുക്രിസ്തു ഒടുവിൽ ആത്മാവായി മാറിയെന്നാണ് പറയുക. സുവിശേഷത്തിൽ മുഴുവനും യേശു മനുഷ്യ ശരീരത്തിൽ ഭൂമിയിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുക. എന്നാൽ അവൻ മരിച്ചുയർത്ത ഇന്ന് അദൃശ്യനായ ആത്മാവായ ഒരു വ്യക്തിയായി നമ്മെ നയിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവനിങ്ങനെ അന്ന് അവരുടെ കൂടെ തോളിൽ കൈയിട്ടും ഒരുമിച്ച് ഒരു മേശയിരുന്ന് ഭക്ഷണം കഴിച്ചും ഒന്നിച്ച് ഒരേ വീട്ടിൽ താമസിച്ചൊക്കെ അവൻ അവരെ നയിച്ചു. ഇന്ന് അങ്ങനെയല്ല. ഇന്നവൻ ആത്മാവായി മാറിയെന്ന് പൗലോസ് പറയുമ്പോൾ, ആത്മാവായി നമ്മുടെ ആത്മാവിനോട് ചേർന്ന് വസിക്കുന്ന ഒരു അനുഭവമാണ് യേശുവിൻ്റെ. നമ്മൾ തിരുസഭയിലായിരിക്കും, അത് നമ്മൾ അറിയണം. അപ്പൊ ഇന്ന് നമ്മളുടെ ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ, യേശു ആത്മാവായി മാറിയവൻ, പന്തക്കുസ്താ നാളിൽ തീജ്വാലകളുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ, അന്ന് കാത്തിരുന്ന് അവനിൽ വിശ്വസിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവർ നിങ്ങൾ ആരും ഈ പട്ടണം വിട്ടു പോകരുത് എന്ന് യേശു പറഞ്ഞ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മ ഉൾപ്പെടേണ്ട 120ഓളം പേരാണ് അപ്പോസ്തലർ 1 നാം വായിക്കുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ ആഗമനം. അപ്പോൾ ആത്മാവായി അവരുടെ ഉള്ളിലേക്ക് തീജ്വാലകളുടെ രൂപത്തിൽ വന്നിട്ട് അവരുടെ ഉള്ളിലേക്ക് വന്ന തീജ്വാലകൾ മറഞ്ഞുപോയി. അവരുടെ ഉള്ളിൽ തീജ്വാലയായി, ദൈവസ്നേഹമായി, ജ്വലിക്കുന്ന അഭിഷേകമായി അവരുടെ ഉള്ളിൽ ആത്മാവായി മാറിയ ദൈവം യേശുക്രിസ്തു, ത്രിത്വൈക ദൈവം ആത്മാവിൽ വസിക്കും. അതാണ് തിരുസഭ. തിരുസഭ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള വ്യക്തികളുടെ സമൂഹമാണ്. മാമോദീസ സ്വീകരിച്ച് നമ്മുടെ പള്ളിയിലെ റെക്കോർഡിലുണ്ട്, നമ്മൾ മാമോദീസ സ്വീകരിച്ചവരാണ്, മാമോദീസ സർട്ടിഫിക്കറ്റും കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല, അല്ലേ? നമ്മൾ പ്രിസ്ക്രിപ്ഷൻ മേടിച്ച ആന്റിബയോട്ടിക് മരുന്ന് വീട്ടിൽ നിന്ന് വരെ കഴിഞ്ഞാൽ അതിന്റെ കാലാവധി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് ദൂരെ കളയും. ഈശ്വരനെ പറഞ്ഞില്ലേ, ഉപ്പ് ഉറകെട്ട് പോയാൽ പിന്നെ അത് എന്തുകൊണ്ട് ഉറകൂട്ടും?
നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നൊക്കെ ഈശോ പറഞ്ഞൊരു മേഖലയുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മളുടെ ഈ ജീവിതം എക്സ്പയർ ആയതാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടോ ഇല്ലെങ്കിൽ വീണ്ടും നമ്മളെ നവീകരിക്കാൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ സഭയിലൂടെ എന്തിനൊക്കെ ചിന്തിച്ചാണ്, സഭയിലൂടെ കുദാശകളിലൂടെ, പ്രത്യേകിച്ചും അനുരഞ്ജനം എന്ന കുദാശയിലൂടെ, ദൈവമായിട്ടുള്ള അനുരഞ്ജനത്തിലൂടെ വന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവൃത്തികളും ദൈവ ആത്മാവിന് ആത്മാവായി നമ്മളോടുകൂടെ നമ്മുടെ ആത്മാവിൽ വസിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ പല പ്രവൃത്തികളും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളതിനെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുന്നതാണ് മാനസാന്തരം. അങ്ങനെ മാനസാന്തരപ്പെട്ട് നമ്മൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്ന അവസ്ഥ അല്ലേ. യോഹന്നാൻ 20:20 പലപ്പോഴും ചിന്തിച്ചാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ സ്വർഗത്തിലും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യേശു അധികാരം കൊടുക്കുന്ന ആ മേഖല. അപ്പോൾ നമ്മളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് വരുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ അവൻ ആത്മാവായി വീണ്ടും നമ്മുടെ ആത്മാവിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ അവൻ്റെ ആത്മാവിൽ എപ്പോഴും നിറഞ്ഞു ജീവിക്കേണ്ടവരാണ്. ഞായറാഴ്ച പള്ളിയിൽ പോകും മാത്രമല്ല, എവിടെയെങ്കിലും പ്രാർത്ഥനാ കൂട്ടായ്മയിലോ ധ്യാനത്തിലോ ആയിരിക്കുമ്പോഴല്ല, 24/7 365 ഡേയ്സ് അവൻ്റെ ആത്മാവ് നമ്മളെ നയിക്കേണ്ടവരാണ്. അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ ദുഷ്ടാത്മാവ് കുടിയേറും. ഉള്ളം ശൂന്യമായി കിടന്നാൽ അശുദ്ധാത്മാവ് തിരികെ കയറുമെന്നൊക്കെ മത്തായി 12 ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അത് തിരുസഭ എന്ന് പറയുന്നത് യേശുവിൻ്റെ ആത്മാവ് ഉള്ളവരായിരിക്കണം. ആ ഒരു ചിന്തയിലേക്കാണ് പരിശുദ്ധാത്മാ ഇന്ന് നമ്മളെ നയിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നിന്ന് കാനായിലെ കല്യാണ വിരുന്ന് വളരെ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പലപ്പോഴും ഞാൻ പലരോടും പറയുമ്പോൾ അത് ഈശോ കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയാണ് കൊടുത്തത്. അപ്പോൾ വീഞ്ഞു കുടിക്കുന്നതൊന്നും കുഴപ്പമില്ല എന്ന് ഈശോ അംഗീകരിക്കായിരുന്നില്ലേ എന്ന് തീർച്ചയായിട്ടും ഞാൻ പറയും. കാരണം അത് പഴയ നിയമമാണ്. പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവിനെ കിട്ടിയിരുന്നല്ലോ. യോഹന്നാൻ 7-ാമത്തെ അധ്യായം 37 ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ 7:37 ഒടുവിൽ ഇങ്ങനെ പറയാണ്, യോഹന്നാൻ എഴുതി വെച്ചിരിക്കുകയാണ്, അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. കാരണം അതുവരെയും പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരുന്നില്ല. കാരണം അതുവരെയും യേശു മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ ആത്മാവായ ദൈവമെന്ന് വസിക്കാനുള്ള സാധ്യത യേശു തൻ്റെ കാൽവരിയിലെ അർപ്പണത്തിലൂടെ നമ്മുടെ പാപങ്ങളെ, നമ്മുടെ ജഡത്തിൻ്റെ പാപങ്ങളെ ഇല്ലാതാക്കി. നമ്മൾ ബന്ധിച്ച പൗലോസ് പറഞ്ഞ 1 കൊരിന്ത്യർ 15:46 പറഞ്ഞ അവൻ ആത്മാവായി മാറി. വളരെ പ്ലാനിങ്ങോടെയാണ് അവൻ ആത്മാവായി മാറി. ഭൂമിയിൽ 33 വർഷം മനുഷ്യനായി നടന്നിട്ട് അവൻ മരിച്ചുയർത്ത ആത്മാവായി മാറി. എന്തിനാ? ശിഷ്യന്മാരുടെ കൂടെ നടന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അവരെല്ലാം അവനെ തള്ളിപ്പറഞ്ഞു. പത്രോസ് തള്ളിപ്പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞു. പക്ഷേ എല്ലാ കുരിശൻ ആൾക്കാരൊക്കെ വന്നപ്പോൾ ഇട്ടിട്ട് ഓടി എല്ലാവരും. കാരണം അവൻ അവരുടെ കൂടെ നടന്നവനാണ്. എന്നാൽ ഇപ്പോൾ ആത്മാവായി മാറിയവൻ അവരുടെ ഉള്ളിൽ ആത്മാവായി അവരെ നയിക്കാൻ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവ മക്കളാണ് എന്ന് റോമർ 8:14, 15, 16 പൗലോസ് പറഞ്ഞ ഒരു മേഖലയുണ്ടല്ലോ. അപ്പം നമ്മുടെ ആത്മാവിൽ തന്നെ വന്ന് വസിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ആത്മീയമായി നയിക്കുന്ന, നിത്യതയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ആത്മാവായി ക്രിസ്തു മാറി. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ അവനെ അപ്പത്തിൻ്റെ രൂപത്തിൽ ഒരു അപ്പക്കഷ്ണമായിട്ട് കാണുന്നെങ്കിൽ അവൻ ആത്മാവിലൊരു വ്യക്തിയാണ്. 2000 വർഷം മുമ്പ് യേശു മനുഷ്യശരീരത്തിൽ ഒരു വ്യക്തിയായിരുന്നതുപോലെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് ഒരു അപ്പക്കഷ്ണമാണ്, കാസായാണ്. പക്ഷേ അവൻ അവിടെ ബലിവേദിയിൽ പുരോഗതി നിൽക്കുന്നത് പോലെ ആത്മീയനായ ഒരു വ്യക്തിയായി അവിടെ സന്നിഹിതനാണ്. അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് വെളിപാട് 5 കാണുന്ന കൊല്ലപ്പെട്ടവർ, എന്നാൽ നിൽക്കുന്ന ഒരു കുഞ്ഞാട് പോലെ രക്തം അല്ലേ. യോഹന്നാൻ സ്നാപകൻ അവനെ വിളിച്ചത് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന്. കാരണം പഴയ നിയമത്തിൽ പാപപരിഹാരം കുഞ്ഞാടിനെ ബലിയർപ്പിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഊനമില്ലാത്ത കുഞ്ഞാടായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ബലിയാടായി തീർന്നവൻ വെളിപാട് പുസ്തകം 5 സ്വർഗത്തിലൊരു കുഞ്ഞാടെന്നാണ് വിശേഷിപ്പിച്ചത്. അവന് നിൽക്കുന്നത്, അവൻ മരിച്ചുയർന്ന് നിൽക്കുകയാണ്. അവനിപ്പോൾ ജീവനുണ്ട്. അവൻ മരിച്ചവൻ, അവൻ ജീവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ്റെ ശരീരം മുഴുവനും തല മുതൽ പാദം വരെ മുറിവുകളാണ്, രക്തമൊലിക്കുകയാണ്. അവൻ്റെ ശരീരത്തിൽ നമുക്ക് വേണ്ടി ഏറ്റ അടികളും ശിക്ഷകളും പിതാവിന് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു കോടതിയിൽ ഒരു തൊണ്ടി സാധനം പ്രദർശിപ്പിക്കുന്നത് പോലെ
ഈ ഭൂമിയിൽ തിരുസഭ പറയുമ്പോൾ, എന്തെങ്കിലും പറയുമ്പോൾ, അതെ അതെ അത് ശരിയാണ്, തിരുസഭ പറയുന്നത് ശരിയാണ്, കൂദാശകൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് യേശു തന്റെ ശരീരം ദൈവപിതാവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്. കുമ്പസാരക്കൂട്ടിൽ അവർ ഏറ്റുപറഞ്ഞ പാപങ്ങൾ, ആ വൈദികൻ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ, അതെ അത് യോഗ്യമാണ്, സഭ അതിന് യോഗ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് യേശു പിതാവിന്റെ മുമ്പിലേക്ക് തന്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ശരീരം പ്രദർശിപ്പിക്കുകയാണ്. തെളിവായിട്ട് എല്ലാ കുദാശകളുടെയും തിരുസഭയുടെ ഓരോ കാര്യങ്ങളുടെയും മൂല്യം യേശു ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിന്നേക്കോ കഞ്ഞു സമർപ്പിച്ച് വാനമേഘങ്ങളിൽ അവൻ വീണ്ടും ആത്മാവായ സർവശക്തിയോടെ എഴുന്നള്ളി വരുന്നത് വരെയും, അല്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യനുള്ളിടത്തോളം കാലം, ഭൂമിയിൽ തിരുസഭ ഉള്ളിടത്തോളം കാലം അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു ദൈവമാണ്. എസെക്കിയേൽ കണ്ടു, മനുഷ്യപുത്രനെ പോലെ ഒരുവനെ ഞാൻ കണ്ടു എന്നാണ് പറഞ്ഞത്. ആത്മാവാണ്, പക്ഷെ അവന്റെ രൂപം മനുഷ്യപുത്രൻ്റേതുപോലെയാണ്, മനുഷ്യനെ പോലെയാണ്. അവൻ മനുഷ്യനായി ഭൂമിയിൽ വന്നവനാണ്. പിന്നെ ഞാനത് പറഞ്ഞു വരുന്നത്, നമ്മുടെ ആത്മാവിൽ ഇന്ന് വസിക്കുന്ന ആത്മാവായ ദൈവത്തെ നമ്മൾ അറിയണം. അപ്പൊ നമ്മുടെ ആത്മാവിൽ ഇന്ന് യേശു വസിക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കണം. ഇതിൽ ഒരു പ്രയോജനമില്ല. ആത്മാവായി നമ്മുടെ ഉള്ളിൽ ദൈവം ഇല്ലെങ്കിൽ നമുക്ക് യേശുവുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ വീഞ്ഞ് ഇല്ലാഞ്ഞിട്ട് വെള്ളം വീഞ്ഞാക്കി കൊടുത്തു. നമ്മളത് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ആർക്കും കിട്ടിയിരുന്നില്ല. കാരണം ഏതാനും യെശയ്യ, ജെറമിയ ഇങ്ങനെയുള്ള പ്രവാചകന്മാരിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ്. ദാവീദിൽ പരിശുദ്ധാത്മാവിനെ കാണുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും അവരുടെ പാപമോചനം സാധ്യമായിരുന്നില്ല. അവർ പാപത്തോടെ ജനിച്ചവരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അതുവരെയും യോഹന്നാൻ 7:37 അതുവരെയും പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരുന്നില്ല. പഴയ നിയമകാലത്ത് ആനന്ദമുള്ളത് വീഞ്ഞു കുടിച്ചായിരുന്നു. അത് ഓക്കെ ആയിരുന്നു. വീഞ്ഞ് നല്ലതാണെന്ന് എത്രയോ പ്രാവശ്യം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. വീഞ്ഞില്ലാതെ എന്തൊരു സന്തോഷമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് പഴയ നിയമമാണ്. അപ്പൊ പഴയ നിയമത്തിന്റെ അവസാന വാതിക്കൽ നിന്നുകൊണ്ട് യേശു പഴയ നിയമത്തിൻ്റെതായ ആനന്ദമായ വീഞ്ഞ് ഇല്ലാഞ്ഞിട്ട് അത് വെള്ളം വീഞ്ഞാക്കി അവർക്ക് കൊടുത്തു. പക്ഷേ യേശു പിന്നീട് നമുക്കറിയാം, തന്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ആ അന്ത്യത്താഴ സമയത്ത് കൂദാശിയായി വിശുദ്ധ കുർബാന കൂദാശിയായി അല്ലെങ്കിൽ കാൽവരിയിൽ തന്റെ ജീവിതം ബലി അർപ്പിക്കുന്നതിന് തലേ രാത്രിയിൽ യേശു അന്ന് ആദ്യമായി അത്ഭുതം പ്രവർത്തിച്ച വെള്ളം വീഞ്ഞാക്കിയാണെങ്കിൽ, യേശു വീഞ്ഞ് എടുത്തുകൊണ്ട് അതിനെ വെള്ളമാക്കിയല്ല അതിന്റെ രക്തമാക്കി മാറ്റി. യേശുവിന്റെ രക്തം പാനം ചെയ്യുക, അല്ലെങ്കിൽ അവനിലൂടെ കിട്ടുന്ന രക്ഷ, യേശു ക്രിസ്തുവിലൂടെ കിട്ടുന്ന രക്ഷ, അതാണ് ആനന്ദം. പണ്ട് വീഞ്ഞു കുടിച്ചായിരുന്നു സന്തോഷിച്ചതെങ്കിൽ മനുഷ്യനോട് പറയാണ്, ഇനിമേൽ നിങ്ങൾ വീഞ്ഞു കുടിച്ചല്ല, യേശുക്രിസ്തു നൽകുന്ന രക്ഷ, യേശുക്രിസ്തുവിന്റെ കാൽവരിയുടെ യോഗ്യത അല്ലെ അവന്റെ രക്തം പാനം ചെയ്യുക എന്ന് പറയുമ്പോൾ, അവന്റെ രക്തം എന്ന് പറഞ്ഞാൽ അതികഠോരമായ അല്ലെ, അത് ശരീരത്തിന് മുറിവേക്കുമ്പോഴാണ് രക്തം ഒഴുകുക. അവന്റെ രക്തം ചിന്തി എന്ന് പറയുമ്പോൾ അവൻ അതികഠോരമായ വേദന മുറിവേറ്റ് നമുക്ക് വേണ്ടി. യെശയ്യായുടെ പ്രവചനം നിറവേറുകയാണ് അവിടെ. യെശയ്യ 53 നമ്മുടെ വേദനകളാണ് അവൻ നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മളേൽക്കേണ്ട അടികളാണ് അവൻ നമുക്ക് വേണ്ടി ഏറ്റത്. അവൻ ഏറ്റ അടികളാൽ അവന്റെ രക്തം ശരീരത്തിൽ നിന്നും തല മുതൽ പാദം വരെ രക്തം ഒഴുകുകയാണ്. അവൻ അതികഠോരമായ വേദന സഹിക്കുകയാണ്. ആ വേദനയുടെ യോഗ്യതയിലാണ് നമ്മുടെ പാപ ജഡിക സുഖങ്ങൾ അല്ലെ. പാപത്തിനൊരു ജഡിക സുഖമുണ്ട്. അയാളോട് 2 ചീത്ത പറഞ്ഞ എന്തൊരു രസമല്ലേ. എന്നോട് 2 കൊടുത്തിട്ടാ വന്നെന്ന് ലാമക്ക് പറഞ്ഞ പോലെ. കായന്റെ 5 തലമുറക്കാരൻ ലാമക്ക് സന്തോഷിക്കുന്ന എങ്ങനെയാ? എൻ്റെ ഭാര്യമാരെ ഇങ്ങോട്ട് 2 കാര്യം പറഞ്ഞിട്ട് പറയാം. ഞാനൊരു കാര്യം പറയുന്നു. വന്ന വഴിക്ക് ഒരുവനോട് കാലത്ത് ഒറ്റ അടിക്ക് അവനെ ഞാൻ കൊന്നു, വേറൊരുത്തനെയും ഒറ്റ അടിക്ക് കൊന്നിട്ടാ വരുന്നേ. എന്തൊരു സന്തോഷമാണ്! പാപത്തിന്റെ സന്തോഷം, പാപത്തിന്റെ സുഖം. ചീത്ത പറയുമ്പോഴും ജഡിക പാപങ്ങളിലും എല്ലാം ഇതുണ്ട്. സാത്താൻ നമ്മളെ നമ്മുടെ മരുന്നിന് പുറത്ത് അല്പം മധുരം ഉണ്ടെങ്കിൽ കഴിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞ പോലെ എല്ലാ പാപത്തിന്റെയും കൂടെ അല്പം മധുരം ചേർത്ത് വെച്ചിട്ടുണ്ട് സാത്താൻ. അപ്പൊ നമ്മൾ ഈ ജഡിക പാപങ്ങളിൽ മുഴുകിപ്പോയി നാശത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് യേശു, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളാണ് അവന് വേദനയായി. നമ്മുടെ പാപത്തിന്റെ സുഖങ്ങളെ ഇല്ലാതാക്കാൻ അവൻ അതികഠോരമായ വേദന സഹിച്ചു. ക്രൂശ് രൂപത്തിലേക്ക് നോക്കിയിട്ട് പറയണം, എൻ്റെ പാപത്തിൽ ഞാൻ ജഡിക പാപങ്ങള്, അത് വാശിയോ വൈരാഗ്യമോ ക്ഷമിക്കാതിരുന്നതോ എന്തുമാകട്ടെ, അത് ഞാൻ എന്നിൽ കൊണ്ടു നടന്നപ്പോൾ അതിന് പരിഹാരമായിട്ട് നീ അനുഭവിച്ചതാണ് ഈ കുരിശിൽ കിടക്കുന്നതിൻ്റെ രൂപം എന്ന് പറയാനുള്ളൊരു അറിവ് നമുക്കുണ്ടാകണം. നമ്മളുടെ ജീവിതത്തിൽ
വീണ്ടും ഓർപ്പിക്കുകയാണ്, പഴയ നിയമത്തിൽ ആ വീഞ്ഞു കുടിച്ച് മാത്രമേ സന്തോഷമുണ്ട്, അത് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരുന്നില്ല. പെന്തക്കോസ്താ നാളിലാണ് പരിശുദ്ധാത്മാവ് യോവേൽ പ്രവാചകന്റെ 2-ാമത്തെ അധ്യായം 28 ആ നാളുകളിൽ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ വർഷിക്കും. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ കാൽവരിയിൽ മോചിപ്പിച്ചതുകൊണ്ട് പെന്തക്കോസ്താ നാൾ മുതൽ പരിശുദ്ധാത്മാവ് അവനിൽ, യേശുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവനിൽ ആശ്രയിക്കുന്നവർക്കെല്ലാം, മാനസാന്തരപ്പെടുന്നവർക്കെല്ലാം യേശു ആദ്യമായി വിളിച്ചു പറഞ്ഞ വാക്ക് മർക്കോസ് 1:15 മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം എന്താ? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണമല്ല, പാനീയമല്ല, എന്ന് പറഞ്ഞാൽ കുടിയും തീറ്റിയൊന്നും. ദൈവരാജ്യം റോമർ 14 പറയുന്നുണ്ട്, റോമർ 14:17 പറയുന്നുണ്ട്, ദൈവരാജ്യം എന്നല്ല ഭക്ഷണമല്ല, പാനീയമല്ല, പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. അത് വീഞ്ഞു കുടിച്ച് കിട്ടുന്നതല്ല. ഇന്നും നമ്മൾ ഈ വീഞ്ഞു കുടിച്ച് സന്തോഷിക്കാൻ വേണ്ടി ഒരു ഓട്ടമുണ്ടല്ലോ. നമ്മൾ ഇന്നും യേശുവിനെ അറിയുന്നില്ല. നമ്മൾ പഴയ നിയമത്തിലാണ്. നമ്മൾ യേശുവിനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നമ്മൾ വലിയ അടിമത്തത്തിലാണ് പ്രിയമുള്ളവരെ. നമ്മൾ തിരിച്ചറിയണം, വീഞ്ഞ് നല്ലതാണെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞില്ല, പുതിയ നിയമത്തിൽ അത് രക്തമാണ്. ഇനി മുതൽ മുന്തിരിയുടെ ഫലത്തിൽ ഞാൻ കുടിക്കില്ല. ദൈവരാജ്യത്തിൽ നവമ എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിലുള്ള ആനന്ദം വീഞ്ഞു കുടിച്ചല്ല, അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നൽകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്കറിയാം. ഗലാത്യർ 5:22 സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, എളിമ, വിശ്വസ്തത, ആത്മസംയമനം. ഇത് നമുക്ക് പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന്. അവിടെ വീഞ്ഞൊന്നും വേണ്ട, വീഞ്ഞിൻ്റെ ആവശ്യം. ഞാൻ വീഞ്ഞ് പഠിക്കുന്നതല്ല, കഴിഞ്ഞ 35 വർഷമായിട്ട് ഇതുവരെയും വീഞ്ഞ് തൊട്ട് നോക്കിയിട്ടില്ല, സത്യമായിട്ടും. കാരണം പഴയ വചനം പറയുന്നുണ്ട്, വീഞ്ഞോ, യോഹന്നാൻ സ്നാപകൻ യേശുവിന് വഴിയൊരുക്കാൻ വന്നവനെ കുറിച്ച് പറഞ്ഞത്, അവന് വീഞ്ഞോ ലഹരി പാനീയങ്ങളോ ഉപയോഗിക്കുകയില്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരിക്കും. അവൻ ജീവിതകാലം മുഴുവനും പരിശുദ്ധാത്മാവ് നിറഞ്ഞ കർത്താവിന്റെ മുമ്പേ പോകാനുള്ളതാണ്. പഴയ നിയമത്തിൽ സാംസനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാംസന്റെ അമ്മയോട് പറയുന്നുണ്ട്, ഇതാ നിന്നിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഇസ്രായേലിനെ നയിക്കാനുള്ളവനാണ്, അവനൊരു പുരോഹിതനാകാൻ പോകുന്നവനാണ്, അതുകൊണ്ട് നീ വീഞ്ഞോ ലഹരി പാനീയങ്ങളോ ഉപയോഗിക്കരുത്, നീ ശ്രദ്ധിക്കണമെന്ന് സാംസന്റെ അമ്മ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ ദൂതൻ വന്ന് പറഞ്ഞതാണ്. നമ്മൾ ഇന്ന് കരുതുന്ന ഈ വീഞ്ഞുണ്ടല്ലോ, അത് ഭയങ്കര അപകടകാരിയാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ആയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ ഗലാത്യർ 5:22 ഏറ്റവും ഒടുവിൽ പറയുന്നതാണ് സെൽഫ് കൺട്രോൾ, ആത്മസംയമനം. അത് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമാണ്. നമ്മൾ എഫേസ്യസ് 5 പൗലോസ് പറഞ്ഞൊരു വചനം പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, അല്ലെങ്കിൽ ദുരാത്മാവുണ്ട്. ദുരാത്മാവുള്ളിടത്ത് പരിശുദ്ധാത്മാവിന് ഇരിക്കാൻ പറ്റില്ല. വീഞ്ഞു കുടിച്ച് തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോൾ പിന്നെ എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. പരിശുദ്ധാത്മാവ് വ്യക്തി വിട്ടുപോകണം. അത്രയും നാളും അല്ലേ, ക്രിസ്മസിന് 25 ദിവസം നോമ്പെടുത്ത് ഉപവസിച്ചു, അല്ലെ 50 നോയമ്പിൽ ഉപവസിച്ച് നല്ല കുമ്പസാരമൊക്കെ കഴിഞ്ഞ് വാർഷിക ധ്യാനമൊക്കെ കൂടി കുമ്പസാരിച്ച് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് ആ നോയമ്പ് തീരുമ്പോൾ ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, പരിശുദ്ധാത്മാവ് വിട്ടുപോയി, ശൂന്യമായി. വെറുതെ ഇതെല്ലാം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് 24/7 360 ഉണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീഞ്ഞ് കുടിച്ച് തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ആത്മസംയമനം പോവുകയാണ്, സെൽഫ് കൺട്രോൾ പോവുകയാണ്. സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ഒരാളിൽ പരിശുദ്ധാത്മാവ് വസിക്കയില്ല, വിട്ടുപോകും. ഗലാത്യയിൽ പൗലോസ് അതേക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ജഡത്തിന്റെ എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാതാണ് വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി. ആ കൂട്ടത്തിലാണ് മദ്യപാനം പെടുത്തിയിരിക്കുന്നത്, വ്യഭിചാരത്തിന്റെ കൂടെ. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം എന്ന് പറഞ്ഞാൽ മന്ത്രവാദം, കൂടോത്രം, ശത്രുത. ഇതൊക്കെയാണ് ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം. ഈ പ്രവൃത്തികൾ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്ന് പറയാം. നമ്മുടെ ജീവിതത്തിലെ പല ദുരന്തങ്ങളുടെയും കാരണം ഇന്ന് ദൈവം ആത്മാവായി മാറിയ യേശു നമ്മളെ നയിക്കാൻ നമ്മുടെ ആത്മാവ്, കർത്താവ് യഹോവ എൻ്റെ ഇടയനാവുന്നു, കർത്താവിൻ്റെ ഇടയനാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവന് ആത്മാവായ എൻ്റെ ആത്മാവിലുള്ളപ്പോഴാണ് അവനെൻ്റെ ഇടയനാകുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ നമ്മൾ ഇതുപോലെ വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യം ഇത് തന്നെയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. ഞാൻ ഇന്നലെ ചിന്തിച്ച കുർബാനയ്ക്കിടയിൽ
സിറോ മലബാർ സഭയിൽ പീസ് ബി വിത്ത് യു ഇംഗ്ലീഷിലുണ്ട്, ലത്തീൻ കുർബാനയിലുണ്ട്. പക്ഷേ സിറോ മലബാർ ഒരു 3 തവണ സമാധാനം ആശംസിക്കുന്നു. ഇടയ്ക്ക് നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും കുർബാന സ്വീകരിക്കുമ്പോൾ വിശുദ്ധ കുർബാന വിശുദ്ധർക്ക് നൽകപ്പെടുന്നു എന്ന് പറഞ്ഞ് നൽകുന്നു. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെ അങ്ങനെയൊക്കെ അവിടെയൊക്കെ പോരട്ടെ എൻ്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞ് പോവുകയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. ഇല്ല, ഈശോ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ലൂക്ക 10 സംഭവമുണ്ട്, പലപ്പോഴും ഞാൻ ഓർപ്പിച്ചാണത്. അതായത് യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞ് നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ഒരു ഭവനം, ഇന്ന് നമ്മുടെ ഉള്ളമാണ് യേശുവിൻ്റെ ഭവനം. ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് യേശു വരാനായ വിശുദ്ധ കുർബാനയെ നമ്മൾ സമീപിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വിവേചിക്കറിയാതെ ഭക്ഷിക്കുന്നതുകൊണ്ട് നിങ്ങൾ പലരും മരിച്ചുപോയി, നിങ്ങൾ പലരും രോഗികളായിരിക്കും എന്നൊക്കെ 1 കൊരിന്ത്യർ 11 പൗലോസ് പറഞ്ഞത് തന്നെയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കാനായി നമ്മൾ അണയുമ്പോൾ ഈശോ ഒരു ഭവനത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ, എന്നിട്ട് ഈശോ ശിഷ്യന്മാരെ ലൂക്ക 10 അധ്യായത്തിൽ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ലൂക്ക 10:5 നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം, യേശുവാണ് പൗലോസ്, അവൻ നമ്മുടെ സമാധാനമാണ്. നിങ്ങളുടെ സമാധാനം ശിഷ്യന്മാരെ കൊടുത്ത് വേറൊന്നുമല്ല, അവരിലൂടെ യേശുവിന്റെ ആത്മാവിനെയാണ് സമാധാനമായി കൊടുത്തിരുന്നത്. യേശു തന്നെ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല. നിങ്ങൾ ഒരു ഭവനത്തിൽ സമാധാനം ആശംസിക്കണം. സമാധാനത്തിന് പുത്രൻ എന്ന് പറഞ്ഞാൽ സ്നേഹവും നന്മയും കരുണയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആശംസിക്കുന്ന സമാധാനം അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരുകയും ചെയ്യും. പള്ളിയിലെ സക്രാരിയിൽ നിന്നും വിശുദ്ധ ബലിവേദിയിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സമാധാനം നിങ്ങളോടുകൂടെ പരസ്പരം സമാധാനം പറയുക, ക്ഷമിക്കുവാൻ പരസ്പരം ക്ഷമയോടെ സ്നേഹത്തോടെ നിങ്ങൾ ഈ കുർബാന സ്വീകരിക്കണം. ഇത് കാരണം ഇത് തീക്കട്ടയാണ്, ഇത് നിങ്ങളെ ചാമ്പലാക്കി കളയും എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സമാധാനം, ആരോടെങ്കിലും സമാധാനക്കേട് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിന്നും ദിവ്യകാരുണ്യ ആത്മാവായ യേശു തിരിച്ചു പോവുകയാണ് ആ ബലിവേദിയിലേക്ക്. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഉള്ളം വിചാരിക്കുന്ന വിശുദ്ധ കുർബാന സ്വീകരിക്കില്ല. നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും ക്ഷമിക്കാനാണ്. അശുദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആ ബലിവേദിയിലേക്ക് സക്രാരിയിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞു. നമ്മുടെ ഉള്ളം ശൂന്യമാണ്. അതുകൊണ്ടാണ് ദുഷ്ടാരൂപി വന്ന് നമ്മുടെ ഉള്ളിൽ കുടിയേറുന്ന എഴുന്നതിന്. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും രോഗികളായിരിക്കും, പലരും മരിച്ചു എന്നൊക്കെ വിശ്വാസം ഇല്ലാതെ പോയതൊക്കെ. നമ്മുടെ പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, ഈ എപ്പിഫനിയിലൂടെ അല്ലെങ്കിൽ ആഗോള സഭയിൽ 2ാമത്തെ ഞായറാഴ്ച നമ്മളിന്ന് പോകുമ്പോൾ കാനായിലേക്ക് കല്യാണം വരുന്നൊക്കെ നല്ലതാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞ പഴയ നിയമത്തിലാണ് വെള്ളം വീഞ്ഞാക്കി കൊടുത്തത്. പുതിയ നിയമത്തിൽ ആ വീഞ്ഞിനെ യേശുവിന്റെ രക്തമാക്കി മാറ്റി. ഇനി നിങ്ങൾ വീഞ്ഞല്ല, ഇനി നിങ്ങൾ പാനം ചെയ്യേണ്ട രക്തമാണ്. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന രക്ഷയാണ്, പരിശുദ്ധാത്മാവിനെയാണ്. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം. അത് നമ്മുടെ മക്കൾക്കും നമ്മുടെ ജീവിത പങ്കാളിക്കും കുടുംബത്തിലൊക്കെ നമ്മിലൂടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവർക്ക്, നമ്മൾ ഇടപെടുന്നവർക്കും ഒക്കെ പകർന്നു കൊടുക്കുന്ന ആ സമാധാന ആത്മാവിന്റെ കൃപ, അത് നമ്മുടെ ഉള്ളിൽ ആത്മാവായ ഈശോ ഉള്ളപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, പരിശുദ്ധാത്മാവ് വിട്ടുപോവുകയാണ്. തീർച്ചയായിട്ടും എഫേസസ്, ഇത് ഞാൻ പറയുന്നത് വചനമാണ്. പൗലോസിലെ എഫേസസ് 5:18 ഈശോ വീഞ്ഞ് നല്ലതാണെന്നും വീഞ്ഞു കുടിയെന്നൊക്കെ ഈശോ വിളിച്ചെന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറയും, യേശു ഒരിക്കലും വീഞ്ഞു കുടിച്ച് ഉന്മത്തനായിട്ടില്ല. യേശു എപ്പോഴെങ്കിലും ജീവിതത്തിൽ വീഞ്ഞു കുടിച്ച് ഉന്മത്തനായിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവനും നുണയാം. ഈ എഴുതിയിരിക്കുന്ന വചനം മുഴുവനും നുണയാം. പൗലോസിലെ യേശുവിന്റെ ആത്മാവ് നിറഞ്ഞവനാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആത്മാവിന്റെ വെളിപ്പെടുത്തൽ പറഞ്ഞ പലതും പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എഫേസസ് 5 പൗലോസ് പറഞ്ഞു, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാതെ, അത് ദുരാത്മാവുണ്ട്, നിങ്ങളെ പാപത്തിലേക്കും ജഡികതയിലേക്കും നയിക്കും എന്ന് പൗലോസ് യേശുവിന്റെ ആത്മാവിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ യേശു ഒരിക്കലും ജീവിതത്തിൽ വീഞ്ഞു കുടിച്ച് ഉന്മത്തനായിട്ടില്ല. നമ്മൾ അറിയേണ്ട അറിവതാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ഉള്ളിൽ യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് അനേകർക്കായിട്ട് നമ്മുടെ ആത്മാവിലൂടെ നമ്മുടെ കുടുംബത്തിലും മക്കൾക്കും ജീവിത പങ്കാളിക്കും നമ്മുടെ ഇടവകയിലും സമൂഹത്തിലൊക്കെ യേശു നമ്മിലൂടെ അനേകർക്ക് ലഭ്യമാകാൻ ദിവ്യകാരുണ്യമേ, ഒരു വ്യക്തി തന്നെയായ യേശുവേ, ഞങ്ങളുടെ ആത്മാവിൽ ആത്മീയ വ്യക്തിയെ ആത്മാവായി മാറി 1 കൊരിന്ത്യർ 15:46 പറഞ്ഞവനെ, അവൻ ആത്മാവായി മാറി ഇന്ന് ആത്മാവായി എന്നിൽ സഭയിൽ ആയിരിക്കുന്ന ഓരോ ജീവിതങ്ങളും ആത്മാവായി വസിക്കുന്നവനെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.